കേരളത്തിൽ കാണുന്ന ഒരു പൊതുവികാരത്തിന് രണ്ട് തരം മനോഭാവമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു ഉദാഹരണം നിങ്ങളെ കാട്ടിത്തരാം. ഇന്നലെ തലസ്ഥാനത്ത് റോഡ് ഗതാഗതം മുഴുവൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് നായന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ സമരം. കേരളത്തിൽ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രതിഷേധ സമരവും നടത്താൻ പാടില്ല. പക്ഷേ ഒരു മുന്നറിയിപ്പുമില്ലാതെ മേനോൻ മുഖ്യമന്ത്രി നായർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി കൊടുത്തില്ല. അതിന് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധം. ആ പ്രതിഷേധം അരങ്ങേറുന്ന സന്ദർഭത്തിൽ തലസ്ഥാനത്ത് വെച്ച് ഒരു പെൺകുട്ടി ആ പ്രതിഷേധ സമരത്തിനോട് പൊട്ടിത്തെറിച്ചു. കാര്യം, ഗതാഗതം താറുമാറായ അവസ്ഥയിൽ ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷേ അതൊരു പ്രശ്നമല്ല. അത്തരം സമരങ്ങൾ നായർമാർ ചെയ്താൽ അതിവിടെ അങ്ങ് അംഗീകരിച്ചോളണം. അതുകൊണ്ട് ആ പെൺകുട്ടി നടത്തിയ പ്രതികരണത്തിന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ വലിയ വികാരമില്ല. ആ പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഹീറോയിസ്റ്റിക് പരിവേഷം കൊടുക്കുന്നില്ല. അവൾ ചെയ്ത കാര്യത്തെ വില കൽപ്പിക്കേണ്ടതില്ല എന്നൊരു മനോഭാവം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അതിന്റെ അർത്ഥം ഈ വികാരം ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉണരത്തുള്ളൂ എന്നുള്ളത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും ആരും ചെയ്യാൻ പാടില്ല. എത്ര പേരായി ബ്ലോക്കിൽ അപ്പുറത്ത് കിടക്കുന്നറിയോ? ആരും ഞങ്ങൾ പോലീസോട് പറയുന്നത് ആരാ? അവിടെ നമ്മൾ കാവലിട്ട് വേറെ ആൾക്കാരല്ലേ? അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാനും പറ്റത്തില്ല. എന്ത് ഗവൺമെന്റ്, എന്ത് സർക്കാർ, ഞാൻ ആരെയും പറയുന്നതല്ല, എല്ലാരും നല്ലത് ചെയ്യുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും ആരും ചെയ്യാൻ പാടില്ല. എത്ര പേരായി ബ്ലോക്കിൽ അപ്പുറത്ത് കിടക്കുന്നറിയോ? ഞാനൊക്കെ യാത്ര ചെയ്ത് വരുന്ന എറണാകുളത്തുനിന്ന് ഇങ്ങോട്ടൊരു വണ്ടി പോലും എടുക്കില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് നല്ലത് ചെയ്യാം. പക്ഷെ എന്തുവാ അതിനകത്ത് ചെയ്തൂടെ? ഇവരുള്ള ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? എല്ലാം ചെയ്യാൻ കാര്യമാണല്ലോ. നിങ്ങൾ ഈ ക്യാമറ എടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ. പറയും, നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് ക്യാമറ മാത്രം പിടിച്ചാൽ മാത്രം പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം ശരിയാണല്ലോ, നിങ്ങളിങ്ങനെ സംസാരിക്കുക. ആ പെൺകുട്ടി പറഞ്ഞത് ഒരു മനുഷ്യന്റെ വികാരമാണ്. NSSകാർ അഥവാ നായന്മാർക്ക് മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ അവസരം കൊടുക്കാത്തതിന് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം എന്താണ്? നാട്ടിലൂടെ നടക്കുന്നത് മുഴുവൻ നായന്മാരല്ലല്ലോ, എല്ലാത്തരം മനുഷ്യരും ഉണ്ടല്ലോ. ആ മനുഷ്യർ ഞങ്ങളുടെ ചില സമരത്തിൽ ബുദ്ധിമുട്ടിയാൽ ഈ നാട്ടിലെ സിസ്റ്റങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. അത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിനെതിരെ നിയമ നടപടി പോലും എടുക്കാറില്ല. ഈ അടുത്ത കാലത്ത് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ തന്നെ നിതിൻ രാജ് എന്നൊരു ചെറുപ്പക്കാരന്റെ കൊലപാതകം അറിയാലോ. ആ കൊലപാതകത്തിനു പിന്നിൽ അധ്യാപകരായിട്ടുള്ള ചില നായന്മാരൊക്കെ ഉൾപ്പെട്ടതാണ് ആരോപണ വിധേയരാണ്. അവർ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സമാധാനപൂർണമായ പ്രതിഷേധം നടത്തിയപ്പോൾ എന്തിന് നിങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ ചോദ്യമുയർന്നു. ആ പ്രതിഷേധത്തെ വല്ലാതെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾ കണ്ടു. പക്ഷേ ഇന്നിപ്പോ ആ പെൺകുട്ടിയെ വിമർശിക്കുന്നത് നിങ്ങൾ കാണാം. പക്ഷേ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി ആ സമരം ചെയ്തത് എന്തിനെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പൊതുവികാരം ഉയർന്നു വരുന്നില്ലെങ്കിൽ അതിന്റെ പിന്നിലെ വികാരം എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചേ. അതായത് ചില കാര്യങ്ങളിൽ സെലക്റ്റീവായിട്ടൊരു വികാരം ഉണർന്നു വരുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആര്? ഇന്നലത്തെ സമരം നടത്തിയ അതേ വിഭാഗക്കാർ, അതായത് കേരളത്തിലെ പൊതുബോധ നിർമ്മിതികളിൽ പ്രവർത്തിക്കുന്ന സവർണർ, നായർ വിഭാഗങ്ങൾക്ക് വേണ്ടി അവർക്ക് ഇഷ്ടമില്ലാത്ത വിഭാഗങ്ങൾ എന്ത് ചെയ്താലും അതിനെതിരെ വികാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഇവരുടെ കൈവശമുണ്ട്. അത് നിങ്ങൾക്ക് നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ സന്ധ്യ എന്നൊരു സ്ത്രീയെ ഓർമ്മയില്ലേ? വഴി തടസ്സപ്പെടുത്തി സമരം ചെയ്തതിന് പൊട്ടിത്തെറിച്ചു. ന്യൂസ് പ്രൈം ടൈം തുടരുന്നു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ LDF നടത്തുന്ന ഉപരോധ സമരത്തിന് നേരെ പ്രതിഷേധിച്ച വീട്ടമ്മയുടെ പ്രതിഷേധം ഫലം കണ്ടു. ഇന്ന് ചെറിയ രീതിയിലുള്ള ഇളവുകൾ വരുത്താൻ റെസിഡൻസ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ഇതിനിടെ ഇന്നലെ സമരക്കാർക്ക് നേരെ പ്രതിഷേധിച്ച വീട്ടമ്മയ്ക്ക് 5 ലക്ഷം രൂപയുടെ പാരിതോഷികം നൽകാൻ വ്യവസായി കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി തീരുമാനിച്ചു. ഇപ്പോൾ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി, സന്ധ്യയ്ക്ക് ഇങ്ങനെ ഒരു പാരിതോഷികം നൽകാൻ താങ്കൾ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഹലോ, ഇത് സന്ധ്യയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു പാരിതോഷികം നൽകാനായിട്ട് തീരുമാനിച്ചതിന്റെ പ്രധാന കാരണം, ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ ഇതുപോലെയുള്ള അനീതിക്കെതിരായിട്ട് പ്രതിഷേധിച്ചതിനാണ്. ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല. എങ്ങനെയാണ് സന്ധ്യ എന്ന പേര് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയത്? അന്ന് സഞ്ചാരം തടസ്സപ്പെടുത്തി സമരം ചെയ്തതിന്റെ പേരിൽ അതിനെ ചോദ്യം ചെയ്ത ഹീറോ വനിതയായിരുന്നു സന്ധ്യ. ആ സന്ധ്യ പിന്നീട് കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ ചില അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു.
ആ വികാരം എന്തുകൊണ്ട് ഈ പെൺകുട്ടി നടത്തിയ പ്രതികരണത്തിൽ ഉണ്ടാകുന്നില്ല? നമ്മുടെ നാട്ടിൽ സെലക്റ്റീവ് വികാരമുണ്ടോ? ഇതുപോലെ തന്നെ ആര്യ രാജേന്ദ്രൻ എന്ന സ്ത്രീ അവരെ അപകടപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഡ്രൈവറുടെ നടപടിയെ വഴിവക്കിൽ ചോദ്യം ചെയ്തു. എന്തോരം ആക്രമിക്കപ്പെട്ടു. ഇപ്പോ നിയമസഭയിൽ ജോലി കൊടുത്തിരിക്കുകയാണ്. അപ്പോ ആ വികാരത്തിന് പിന്നിൽ ആരാണ്? ജനം ചിന്തിക്കേണ്ടതാണ്. നായന്മാർ നടത്തിയാൽ അതങ്ങ് അംഗീകരിച്ചോളണം. അതിനെതിരെ ഇവിടെ ഒരു പ്രതിഷേധവും ഉണ്ടാകില്ല. പക്ഷേ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ വഞ്ചൂരിൽ ഒരു സ്റ്റേജ് കെട്ടി ഒരു പരിപാടി നടത്തിയാൽ അതിനെതിരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു പൊതുവികാരമുണ്ട്. ആ പൊതുവികാരം ഉണർത്തുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചില പ്രത്യേക താല്പര്യങ്ങൾ നാട് തിരിച്ചറിയേണ്ടതാണ്. ആ വികാരം ഉണർന്നു വരുന്നത് ഞങ്ങൾക്കുള്ളതിനെ വെടക്കാക്കി തങ്ങൾക്കാക്കുക എന്ന തന്ത്രമാണ്. അതിനുവേണ്ടി അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംവിധാനത്തെ ഇനിയെങ്കിലും നാട് സോഷ്യൽ മീഡിയയിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ആ പെൺകുട്ടി സമൂഹത്തിന് വേണ്ടിയാണ് സംസാരിച്ചത്. അവർക്ക് മണിക്കൂറുകൾ ഗതാഗത കുരുക്കിൽ കിടക്കേണ്ടി വന്നപ്പോൾ പരസ്യമായി ചോദ്യം ചെയ്തു. മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ചർച്ച ചെയ്തില്ല. ആ പെൺകുട്ടിയെ കൊണ്ടിരുത്തി ഒരു മുഴുനീള പ്രതികരണങ്ങൾ എടുക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ട്? അവിടെയുമുണ്ട് ഇവരുടെ സ്വാധീനം. ആ നെറ്റ്വർക്കാണ് നാട് തിരിച്ചറിയേണ്ടത്. കേരളത്തിൽ നായന്മാർക്കും സവർണർമാർക്കും എല്ലാ മേഖലയിലുമുള്ള നെറ്റ്വർക്ക്. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനെതിരെ വാർത്താ ചർച്ചയുണ്ടാകും, സോഷ്യൽ മീഡിയ വികാരമുണ്ടാകും. പക്ഷേ ഞങ്ങൾക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങൾ അത് സാധാരണ ശബ്ദമായി എരിഞ്ഞടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ആ തന്ത്രപരമായിട്ടുള്ള വികാര സൃഷ്ടിക്കലിനെ കുറിച്ച് ജനം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നത്.